ഒരു സ്ഥലത്ത് ജനങ്ങൾ പറയുന്നു, ഒരു ഭരണപ്രദേശത്ത് ജനങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മദ്യം വേണ്ട, ഞങ്ങൾക്ക് വ്യഭിചാരം വേണ്ട, ഞങ്ങൾ സമാധാനമായി ഇവിടെ ജീവിച്ചിട്ട് വെക്കില്ല. അപ്പൊ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാമല്ലോ. അതായത് അവിടുത്തെ തദ്ദേശവാസികൾ താമസിക്കുന്ന, വസിക്കുന്ന, അവർ പിന്നെ വിഹരിക്കുന്ന ആ പ്രദേശങ്ങൾ ഒഴിച്ച് നിങ്ങൾ പിന്നെ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വദേശമായ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വേറെ ഐലൻഡുകൾ, വേറെ പിന്നെ ദ്വീപുകൾ അവിടെ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് മദ്യമാക്കാമല്ലോ. എന്തിനാണ് ഈ സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ കാപട്യവും വഞ്ചനയും ചതിയുമാണ് ഈ പിന്നെ സർക്കാർ എന്ന് പറയുന്ന മോഡി സർക്കാർ. വേറെ ആര്? മോഡിയാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾ മദ്യപിക്കാതെ കഴിയണ്ട, അങ്ങനെ മുസ്ലിങ്ങൾ വ്യഭിചരിക്കാതെ അവിടെ കഴിയണ്ട, അവർക്ക് സമാധാനക്കേട് ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് സുഖം വരൂ. അതായത് ഒരു സൈസ് സാഡിസമാണിത്. സാഡിസ്റ്റുകൾ എന്ന് പറയുന്ന മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ഉള്ളിൽ സന്തോഷിക്കും, പൊട്ടിച്ചിരിക്കും. കാരണം നമ്മൾ കാണുന്നതാണ്, വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് പിന്നെ ഇടിച്ചു നിരത്തുക, പള്ളികളിൽ പിന്നെ കർട്ടൻ ഇടുക, പള്ളികൾ അവിടെ കാണാൻ പാടില്ല, വിദേശികൾക്ക് കണ്ട അത് കുഴപ്പമാണ്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാനൊക്കും, ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കാനൊക്കും, അതെല്ലാം ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ എല്ലാ 4 സ്ഥലത്തുമുള്ള മുസ്ലിം രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളിലും പോയിട്ട് അവിടെയുള്ള ഭരണാധികാരികളെ കെട്ടിപ്പുണരുന്നു. അപ്പൊ എന്തൊരു വിരോധാഭാസമാണ്! എന്തെല്ലാം ഈ വർഗീയ കാർഡിറക്കിയുള്ള ഈ ഭരണ തന്ത്രങ്ങളാണ് അവർ നടത്തുന്നത്. എല്ലാത്തിനും ഒരു ദിവസം സമാധാനം പറയും. എല്ലാ മനുഷ്യരും മരിക്കും. മരിക്കുമ്പോഴാണ് ഇവരെല്ലാം മനസ്സിലാവുന്നത്, ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, എന്തെല്ലാം ഇനി കാണാനിരിക്കുന്നു, എന്തെല്ലാം ഇനി കേൾക്കാനിരിക്കുന്നു. എന്തായാലും ശരി, നമ്മൾ ഉണരണം, ജനങ്ങൾ ഉണരണം. ജനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മദ്യം വേണ്ട, ഇവിടെ മദ്യം വിൽക്കുകയും വേണ്ട, മദ്യത്തിന്റെ ഉപയോഗം വേണ്ട, അത് നിയന്ത്രണ വിധേയമായി, അതായത് നിരോധിച്ച ഒരു സ്ഥലത്ത് അതല്ല നിങ്ങൾ കുടിച്ചാലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടാക്കുന്നത്. അതായത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിനി എങ്ങനെയാണ് പിന്നെ ദ്വീപ് നിവാസികൾ ഇതിനെ സ്വീകരിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിലും കാണാം. എന്തായാലും ശരി, അതായത് മതേതരത്വത്തിലും സോഷ്യലിസത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് യാതൊരു കാരണവശാലും ഇത് ഭൂഷണമല്ല. ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക്, അതായത് അന്യദേശക്കാർക്ക് വ്യഭിചാരവും മദ്യപാനവും നടത്താനുള്ള രാജ്യമല്ല ഇന്ത്യ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ സംഘപരിവാർ ശക്തികൾ ഇനിയും സമയമെടുക്കും. അതായത് ഇവരെ തൂത്തെറിയേണ്ട, ഈ ഇങ്ങനെ ഭരണത്തിലുള്ളവരെ തൂത്തെറിയേണ്ട കാലം നമ്മൾ അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, ഇതിനെതിരെ ശക്തമായി മതേതര ജനാധിപത്യ വിശ്വാസികൾ ഉണരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.